ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ അക്വാലൂമിൽ കംപ്ലൈൻറ്റ് കയറ്റാൻ പഠിച്ചു. പിന്നെ അത് വെച്ചിട്ട് അതിൽ കിട്ടുന്ന എക്സൽ വെച്ചിട്ട് IR ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു ബൾക്കായിട്ട്. എന്നിട്ട് IR നമുക്ക് റിസൾട്ടായിട്ട് ഒരു എക്സൽ കിട്ടില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പഴയ വീഡിയോ ഉണ്ടോ നോക്കിയാൽ മതി. IR നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ കിട്ടും. ആദ്യം നമ്മൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡേറ്റും ഡിസ്ക്രിപ്ഷനും ലാൻഡ് മാർക്കും, ഈ 3 കോളുള്ളൊരു എക്സൽ നമ്മൾ അക്വാലൂമിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് നമ്പർ ഉള്ള എന്ത് കിട്ടും? ഒരു എക്സൽ കിട്ടും. ഈ കംപ്ലൈൻറ്റ് നമ്പർ ഉള്ള എക്സൽ എന്ത് ചെയ്യും? IR OANDM നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? IR നമ്പർ ഉൾപ്പെട്ട എന്ത് കിട്ടും? ഇതുപോലൊരു എക്സൽ നമുക്ക് എന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഇനി ഇങ്ങനെ ഒരെണ്ണം ഈ എക്സലിൽ എങ്ങനെ ചെയ്യാം? ഇനി നമുക്ക് എന്ത് വേണം? അടുത്തത് IR ക്രിയേറ്റ് ചെയ്തു. ഇനി IR ക്ലോസ് ചെയ്യാൻ പോകണ്ടേ? ക്ലോസ് ചെയ്യാൻ പോകാൻ എന്ത് വേണം? ഇത്രയും IRൻ്റെ ലൊക്കേഷൻ കിട്ടണം. എന്നിട്ട് അതെന്ത്, ഏത് ലൊക്കേഷനാണ് അടുത്തടുത്തുള്ള ലൊക്കേഷൻ, എവിടെ നിന്നാണ് എങ്ങോട്ട് പോകുന്ന സുഖം, അതുപോലെ ഒരു ട്രിപ്പ് അനലൈസ് ചെയ്യണം. ഓക്കെ, ഈ ട്രിപ്പ് അനലൈസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അടുത്തത്. അതിന് മുന്നേ നമ്മൾ ട്രിപ്പ് അനലൈസ് ചെയ്യൽ എങ്ങനെയാണ് സാധാരണ? ഒരു എന്ത് വെച്ചിട്ടാണ്? ഒരു വെബ് പേജ് വെച്ചിട്ട്, അതായത് കോർഡിനേറ്റ്സ് ആദ്യം അടിച്ചു കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ ഈ ലൊക്കേഷനാണ് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യും. ഇതിൽ നിന്ന് ഈ കോർഡിനേറ്റ് കോപ്പി ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് ആയ IR അടിക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അതിന് പകരം നമുക്കൊരു പുതിയൊരു ആപ്പുണ്ട്. ഇതാണ് ആപ്പിൻ്റെ പേര്, KWA ലൊക്കേഷൻ ട്രിപ്പ് ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മൾ ഇവിടെ കോർഡിനേറ്റ് അടിക്കും. അതായത് ഇവിടുന്ന് കോപ്പി ചെയ്ത കോർഡിനേറ്റ് അടിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ലൊക്കേഷൻ ഏത് ലീക്കിലാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IR ഇവിടെ കൊടുക്കും. ഇങ്ങനെ ഈ 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇതൊക്കെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഓരോ ലൊക്കേഷനും ഇപ്പോൾ ഇത് 30 ലൊക്കേഷനൊക്കെ നമുക്കിപ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇത് കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അതിന് പകരം 2 സാധനം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്ത്? IRും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും. ഓക്കെ, ഇനി നമുക്ക് എന്തുകൂടെ മതി? കോർഡിനേറ്റും കൂടെ മതി. കോർഡിനേറ്റ് എങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്ന് നോക്കാം. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ്റനൻസ് ഗ്രൂപ്പിൽ നിന്ന് ഏതൊക്കെയാണോ, നമ്മളിപ്പോൾ ഇതാണല്ലോ കംപ്ലൈൻറ്റ് അടിച്ചത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻ വേറൊരു ചാറ്റിലേക്ക് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇവിടം തൊട്ടാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കറക്റ്റ് നോക്കുക. ഇത് സെലക്ട് ചെയ്യുക. അതുപോലെ അടുത്ത കംപ്ലൈൻറ്റ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ കോൺട്രാക്ടർ അറിയാതെ 2 പ്രാവശ്യം സെയിം ലൊക്കേഷനൊക്കെ അയക്കും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ 5 എണ്ണമാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 5 എണ്ണം ഞാൻ വേറൊരു ചാറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ വേറൊരു ചാറ്റിലേക്ക് ഈ 29 ലൊക്കേഷൻസ് ഉണ്ട് നമുക്ക്. ആ 29 ലൊക്കേഷൻ ഞാൻ എന്ത് ചെയ്തു? ഇതിലേക്ക് ഫോർവേഡ് ചെയ്തു. ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഈ ഫസ്റ്റത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഇവിടെയുള്ള ഈ ലീക്കിൻ്റെ ലൊക്കേഷനാണത്. ഈ ഓർഡർ ഒരിക്കലും തെറ്റരുത്. ഈ സെക്കൻഡ് ലൊക്കേഷൻ ഇതെന്ന് പറഞ്ഞത് ഇതിൻ്റെ ലൊക്കേഷനാണ്. ഈ സെക്കൻഡ് IRൻ്റെ ആണ്. അങ്ങനെ ഇതെന്ത് ചെയ്തു? ഞാൻ ഒരു ചാറ്റിൽ ഇത് ഫോർവേഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ആപ്പിനെ പരിചയപ്പെടാം. ഇതാണ് ആപ്പ്. ഇങ്ങനെ ഒരു പേജ് ഉണ്ടാവും. ഇതിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ റണ്ണായിട്ട് ഇങ്ങനെ വരും. ഇതിൽ ഓപ്പൺ വാട്സപ്പ് വെബ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചോദിക്കും? നമ്മുടെ വാട്സപ്പ് വെബ് ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, നമ്മൾ ഏതിലാണോ ഫോർവേഡ് ചെയ്തത് ആ ചാറ്റ് ഇവിടെ എടുത്തു. ആ ചാറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ എല്ലാ ലൊക്കേഷൻ്റെയും എന്ത് ചെയ്യും? കോർഡിനേറ്റ്സ് ഓട്ടോമാറ്റിക് കോപ്പി ചെയ്യും. നിങ്ങൾക്ക് ഈ ആപ്പിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ കണ്ടോ 29 കോർഡിനേറ്റ്സ്. നമുക്ക് ആപ്പിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നത്? 29 എണ്ണമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അല്ല, 29 ഡിസ്ക്രിപ്ഷൻ. ആ 29 ഡിസ്ക്രിപ്ഷൻ്റെയും കോർഡിനേറ്റ് ഇവിടെ കണ്ടോ, ഈസി ആയിട്ട് കോപ്പി ആയിട്ടുണ്ട്.
ഓക്കെ. എന്നിട്ട് ഇവിടെ താഴെ കോപ്പി, ഈ കോപ്പിയിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അതെന്തായി, കോപ്പിയായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോർഡിനേറ്റ്സ് കിട്ടി. ഈ കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എവിടെ നിന്ന് കിട്ടിയ ONM കിട്ടിയ എക്സൽ. ONM നമ്മൾ ചെയ്തപ്പോൾ IR ഒക്കെ ക്രിയേറ്റ് ആയി വന്ന ഈ എക്സൽ എന്ത് ചെയ്യുക, ഈ കോർഡിനേറ്റ്സ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ കോർഡിനേറ്റ്സ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു. 29 എണ്ണം എല്ലാത്തിൻ്റെ ലൊക്കേഷൻ ഓർഡറിൽ അതുപോലെ തന്നെ ക്ലോസ് ചെയ്തു. അതിനാണ് ഞാൻ ഈ ലൊക്കേഷൻ നിങ്ങൾ കംപ്ലൈൻറ്റിൻ്റെ അതേ ഓർഡറിൽ അടിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് സേവ് ചെയ്യുക. ഇന്നത്തെ ഡേറ്റ് കംപ്ലൈൻറ്റ് രജിസ്റ്ററിന് CG എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് 31 അപ്പോൾ 31/7 കൊടുത്തു. എന്നിട്ട് എന്തെടുത്തു, കംപ്ലൈൻറ്റ് രജിസ്റ്ററിന് CR കൊടുത്തു. CR അന്നത്തെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു എക്സൽ നോക്കിയാൽ എന്ത് കിട്ടും നമുക്ക്, ആ ഡേറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കംപ്ലയിൻറ്റ്സ് കിട്ടും അല്ലേ. എന്നിട്ട് ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ഫില്ല് ചെയ്യാം. വേണമെങ്കിൽ ഇതന്നെ പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, ഇനിയാണ് നമ്മുടെ മെയിൻ. ഇപ്പം നമുക്ക് ആ എക്സൽ കിട്ടി. ഇനി എക്സൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ട്രിപ്പ് അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടൊരു വെബ് പേജാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, അത് ഞാൻ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തരാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട്, ഇത് പഴയ ഡാറ്റയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ കോർഡിനേറ്റ് അടിക്കാം. ഇവിടെയും കോർഡിനേറ്റ് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമല്ലേ. അതിലേറെ ഈസി ആയിട്ട് നമ്മളിത് എക്സലാക്കിയത് ഫസ്റ്റ് അക്വാലോം തൊട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്ററിങ് തൊട്ടിട്ട് നമ്മളത് എക്സൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. അത് നമുക്ക് എന്തിനാണ്, ഇങ്ങനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ അപ്ലോഡ് എക്സൽ കൊടുക്കുക. ഇതാ 31 കംപ്ലൈൻറ്റ് രജിസ്റ്റർ കൊടുത്തു. എൻ്റർ അടിച്ചാൽ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വിവരവും 29 എണ്ണം. ഈവൻ നമുക്ക് കോപ്പി പേസ്റ്റ് പോലും ചെയ്യണ്ട, ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഡാറ്റ മൊത്തം ഫില്ലായി. എന്നിട്ട് എന്ത് കൊടുക്കുക, ക്രിയേറ്റ് ട്രിപ്പ് ടേബിൾ കൊടുക്കുക. അപ്പോൾ സിസ്റ്റം അതെന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ഓക്കെ, അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഞാനിത് 29 ലൊക്കേഷൻ എടുത്തത് എന്തിനറിയോ, നമുക്ക് ചില സിറ്റുവേഷൻസ് ഉണ്ടാവും ഏറ്റവും അർജൻറ്റായിട്ട് 29 എണ്ണം ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഓപ്പൺ മാസ്റ്റർ പ്ലാൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, മൊത്തം 29 ലൊക്കേഷൻ പോകാനുള്ളൊരു ട്രിപ്പ് കിട്ടും. ഇത് കണ്ടോ, ഏകദേശം 2 മണിക്കൂർ ട്രിപ്പ് എന്തുണ്ട്, 29 ലൊക്കേഷൻ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളത് കിട്ടും. പക്ഷെ അത്ര അത്യാവശ്യമൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ 29 എണ്ണമൊക്കെ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ട്രിപ്പ് 15 എണ്ണം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ട്രിപ്പ് 1ഉം ട്രിപ്പ് 2 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ ട്രിപ്പ് 1ൽ ഫസ്റ്റ് അടുത്തുള്ള 15 സ്ഥലങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ വരും. ഇപ്പോൾ ഈ ഒരു മാപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മതി, ഇത് ഈ കൂട്ടിലങ്ങാടി ഈ ഒരു ഏരിയ മാത്രമേ ഇത് കവർ ചെയ്തിട്ടുള്ളൂ, 15 എണ്ണം. ഓക്കെ, അതാണ് ട്രിപ്പ് 1. ഇനി ട്രിപ്പ് 2 നോക്കുകയാണെങ്കിൽ എവിടെ കിട്ടി, ഇതാണ് ട്രിപ്പ് 2. കണ്ടോ, ഇച്ചിരിയും കൂടി ഇങ്ങോട്ട് വള്ളിക്കാപ്പറ്റ ആനക്കായി ഈ സൈഡിലേക്ക് മാറിയിട്ട് അവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങൾ ട്രിപ്പ് 2 ആക്കിയിട്ട് കിട്ടി. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇനി ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ തരില്ലേ, ആ ടേബിൾ കിട്ടാൻ ഇവിടെ പ്രിൻറ്റ് ടേബിൾ 1 ഇത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ആ ടേബിൾ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് PDF ആക്കിയിട്ട് സേവ് ചെയ്തു, നിങ്ങൾക്ക് ഫോണിലേക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നാണോ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അത് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തതാണ് എന്ത്, ഇത് കണ്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ ഈ ഓപ്പൺ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ലിങ്ക്ഡ് ആണ്. ആ ലൊക്കേഷൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളിപ്പോൾ ഇതുവരെ ഓർഡറിൽ ട്രിപ്പിൽ ക്ലോസ് ചെയ്ത് പോയി, പെട്ടെന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പ് പോയി, അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ക്ലോസ് ചെയ്തെന്ന് അറിയാം. മാനുവലായിട്ട് ഈ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ ലൊക്കേഷനിൽ പോകാം, അടുത്തത് ഈ ലൊക്കേഷൻ, പിന്നീട് ഈ ലൊക്കേഷൻ, ഇങ്ങനെ ഇത് ഓർഡറിൽ കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഡൗൺലോഡ് IRXL എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ, ഇത് നമ്മൾ ഇഷ്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു ടൂളാണ് ഡൗൺലോഡ് IR. ഓക്കെ, ഇതും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ IR ക്ലോസ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഇഷ്യൂ അടിക്കൂലേ, ആ ഇഷ്യൂ അടിക്കുമ്പോഴാണ് ഈ IRൻ്റെ യൂസ് നമുക്കറിയാം. ഓട്ടോമാറ്റിക്കായിട്ട് ഈ IR അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മൊത്തം ഇഷ്യൂ സിസ്റ്റം ഓട്ടോമാറ്റിക് ചെയ്യും. ഓക്കെ, അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി എങ്ങനെയാണ് ഇഷ്യൂ അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലൊക്കേഷൻ എന്ത് ചെയ്യുക നമ്മളെടുക്കുക.